ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിന് പകരം തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ കുറേശ്ശെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. റവ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തോ എടുക്കാം. ഇതുപോലെ കുറേശ്ശെയായി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അധികം ലൂസായി പോവരുത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മാവ് ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഓയിലിൻ്റെയോ പാലിൻ്റെയൊക്കെ കവർ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഇതുപോലെ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പ്ലാസ്റ്റിക് കവറിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുക്കണം. എന്നിട്ട് എണ്ണയിലേക്ക് ഇതുപോലെ നമുക്ക് ആക്കി കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പുറം ഭാഗം കരിയും ചെയ്യും, ഉള്ളു വേവില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. റവയും മുട്ടയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്